ഇത് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ്. പ്രോബ്ലംസും അതേപോലെ തിയറി ടോപ്പിക്സ് ഒക്കെ ഉള്ളൊരു ടോപ്പിക്കാണ് മെയിനായിട്ട്. അതിനുശേഷം നമുക്കൊരു ചെറിയ ഒരു ക്യൂവിൻ്റെ കാര്യങ്ങളിലൊക്കെ പറയാനുണ്ട്. അപ്പോൾ ബേസിക്കലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലൊന്നാണ് ബേസിക്കലി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന ഇത്രേ ഉള്ളൂ, CPU ആർക്ക് നൽകണം, എത്ര സമയം നൽകണം, ഏത് പ്രോസസ്സ് ആയിരിക്കണം ആദ്യമേ റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാമാണ് ബേസിക്കലി ഈ ഒരു ഷെഡ്യൂളിംഗ് കൊണ്ട് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡേൺ മൾട്ടി ടാസ്കിംഗ് സിസ്റ്റംസ് മൊത്തം ഷെഡ്യൂളിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് CPU ബേസ്റ്റ് എന്താണ്, അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ CPU ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോസസ്സ് ആക്റ്റീവ്ലി CPU കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തിനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ ഇരിക്കുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ബുക്ക് എടുത്ത് ഇനി ഒരു ചായ കുടിച്ച് കട്ടൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അതിനുശേഷം നമ്മൾ ശരിക്കും പഠിക്കാൻ തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്തിനാണ് നമ്മുടെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു CPU ബേസ്റ്റ് പറയുമ്പോൾ കൃത്യമായിട്ട് ആ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ലൂപ്പ് എക്സിക്യൂഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് പറയാം. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രോസസ്സ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിസ്ക് റീഡ്, കീബോർഡ് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതേപോലെ നെറ്റ്വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്ര ഓർക്കുക, ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി CPU മാത്രമല്ല യൂസ് ചെയ്യുന്ന. ഇൻസ്റ്റഡ് CPU ബേസ്റ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസ്റ്റ്, അതിനുശേഷം CPU ബേസ്റ്റ്, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ബേസിക്കലി ക്യൂ എന്തൊക്കെ തരത്തിലാണുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ ക്യൂ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് പല സ്ഥലത്തായിട്ട് ചെറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു നോട്ടിൻ്റെ സൈഡിലേക്ക് ഇതൊന്ന് എഴുതി വെച്ചേക്കാം. നോട്ട്സിൽ ഇതേപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡിൽ അതൊന്ന് എഴുതി വെച്ചേക്കാം. അപ്പോൾ ബേസിക്കലി ഒരു പ്രോസസ്സ് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്താൽ അതിൽ നിന്ന് ടെർമിനേറ്റ് ആവുന്നിടം വരെ അത് ഡിഫറെൻറ്റ് ക്യൂസിലൂടെയാണ് ബേസിക്കലി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂസ് ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി പ്രോസസ് ഷെഡ്യൂളിംഗ്, അതേപോലെ CPU അലോക്കേഷൻ, മെമ്മറി മാനേജ്മെൻറ്റ് മുതലായ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്യൂ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ബേസിക്കലി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജോബ് ക്യൂ ആണ്. അതായത് ബേസിക്കലി ഏറ്റവും ഫസ്റ്റ് ക്യൂ ആണ് എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ. സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും ബേസിക്കലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ജോബ് ക്യൂവിലാണ്. ഇത് ബേസിക്കലി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡിസ്കിലാണ്, മെമ്മറിയിലല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് പറ്റും, നമ്മൾ ആദ്യമേ എടുത്ത് മെമ്മറിയിലേക്ക് വെക്കണം, എന്നാലും മാത്രമേ നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ക്യൂ ആണ് റെഡി ക്യൂ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യൂ ആണ്. ഇപ്പോൾ മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂഷൻ റെഡിയാണ്, പക്ഷേ CPU കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ടൈപ്പ് ഓഫ് പ്രോസസ്സുകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രോസസ്സർ റെഡിയാണ്, CPU കൂടി കിട്ടണം. ഇനി ഡിവൈസ് ക്യൂ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെ ആണ് നമ്മൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതേപോലെ നമുക്ക് വെയിറ്റിംഗ് ക്യൂവും പറയാം, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ക്യൂ പറയാം. ബേസിക്കലി ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ റിസോഴ്സസ് വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് വെയിറ്റിംഗ് ക്യൂവിലേക്ക് പോകും. അപ്പോൾ അതിനെയാണ് ബേസിക്കലി നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇനി സസ്പെൻഡഡ് ക്യൂ എന്ന് പറയാൻ ബേസിക്കലി ഇതൊരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ടെമ്പറലി റിമൂവ് ചെയ്ത പ്രോസസ്സസ് സസ്പെൻഡഡ് ക്യൂവിലേക്കായിരിക്കും പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, എന്തിനാണ് ബേസിക്കലി മെമ്മറി യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും ക്യൂവിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ ഇനി അങ്ങോട്ട് അൽഗോരിതംസിലൊക്കെ ഈ റെഡി ക്യൂവിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറയും. ഇപ്പം എന്താണ് ബേസിക്കലി അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്കവിടെ വേണ്ടത്. ഇനി ബേസിക്കലി എന്താണ് CPU ഷെഡ്യൂളിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെഡി ക്യൂവിലുള്ള പ്രോസസ്സിങ്ങിൽ നിന്ന് ഏത് പ്രോസസ്സിനെ നമ്മൾ CPU നൽകണം എന്ന് വോയിസ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബേസിക്കലി CPU ഷെഡ്യൂളിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ CPU ഒരു വാല്യബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് എന്ന് പറഞ്ഞാൽ വോയിസ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കത് ഷെയർ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവും. അപ്പോൾ മെയിൻ ഗോൾസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി CPU ഒരിക്കലും ചുമ്മാ ഇരിക്കില്ല, അല്ലെങ്കിൽ ഐഡിലായിട്ടിരിക്കരുത്. ഫെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഗുഡ് റെസ്പോൺസീവ് ടൈം നമുക്ക് നൽകണം. അപ്പോൾ നമ്മൾ റെഡി ക്യൂ എന്താണെന്ന് പറഞ്ഞാൽ അതായത് CPU വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ ലിസ്റ്റാണ് നമ്മളിവിടെ ഈ ഒരു ക്യൂവിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് ഡിസ്പാച്ചർ എന്താണ്. ബേസിക്കലി സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിന് CPU കൺട്രോൾ നൽകുന്ന ആ ഒരു കമ്പോണൻ്റ് ആണ് ബേസിക്കലി ഡിസ്പാച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് നോക്കാം. ബേസിക്കലി നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വൺസ് CPU കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് വോളണ്ടിയർലി റിലീസ് ചെയ്യുന്നിടം വരെ റൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ, ആ ഒരു പ്രോസസ്സ് ചെയ്ത് തീരാതെ CPUവിനെ വിട്ടുകൊടുക്കത്തില്ല. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റ് അല്ലെങ്കിൽ ടെർമിനേഷൻ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി CPU റിലീസ് ആവും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിമ്പിളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൂവർ ആയിട്ടുള്ളൊരു റെസ്പോൺസീവ്നെസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതായത് ബേസിക്കലി ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ലോങ് പ്രോസസ്സ് CPUവിനെ അവിടെ പിടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കത് ബാക്കി ചെറിയൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് CPUവിന് കിട്ടുന്നില്ല. ഇനി പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വോയിസ് ഫോഴ്സിബിലി CPUവിനെ എടുത്ത് വേറൊരു പ്രോസസ്സിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറയുന്ന ഒരെണ്ണം ചെയ്ത് തീരാൻ വേണ്ടി അവിടെ ഫുൾ ടൈം നോക്കി നിൽക്കുന്നില്ല. അതായത് എല്ലായിടത്തും നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറേയേറെ കോൺടാക്ട് സ്വിച്ചിങ് നമുക്കിവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ് നോക്കാം.
ഇത് 3 മാർക്കിനൊക്കെ ബേസിക്കലി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് ടൈം ഷെഡ്യൂളറാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് നമ്മൾ ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏത് പ്രോസസ്സ് മെമ്മറിയിലേക്ക് അഡ്മിറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഏത് പ്രോസസ്സ് മെമ്മറിയിലേക്ക് അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഷോർട്ട് ടൈം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ CPU ഷെഡ്യൂളർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. റെഡി ക്യൂവിൽ നിന്ന് നെക്സ്റ്റ് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി സാധാരണ ഷെഡ്യൂളർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോർട്ട് ടൈം ഷെഡ്യൂളറാണ്, അല്ലെങ്കിൽ CPU ഷെഡ്യൂളറാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇൻവോക്ക് ചെയ്യുന്ന വെരി ഫ്രീക്വൻ്റ്ലി എന്ന് നമുക്ക് പറയാം, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. ഇനി മീഡിയം ടൈം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്വാപ്പിംഗ് ഒക്കെ മാനേജ് ചെയ്യും. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോസസ്സസ് ടെമ്പററിലി മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബേസിക്കലി സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് സ്വാപ്പ് ഔട്ട് എന്ന് പറയാൻ മെമ്മറിയിൽ നിന്ന് ഡിസ്കിലേക്ക് എടുത്ത് മാറ്റുക, സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ച് മെമ്മറിയിൽ നിന്ന് ഡിസ്കിൽ നിന്ന് നമ്മൾ മെമ്മറിയിലേക്ക് എടുത്ത് മാറ്റുന്നതിനെയാണ്. ബേസിക്കലി എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി പ്രഷർ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ബേസിക്കലി CPU സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിന് ആക്ച്വൽ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസ്പാച്ചറാണ്. അപ്പം അതിന് ഫംഗ്ഷന് പറയുകയാണെങ്കിൽ കോൺടാക്ട് സ്വിച്ച്, അതേപോലെ യൂസർ മോഡ് സ്വിച്ച്, Gem2 കറക്റ്റ് പ്രോഗ്രാം ലൊക്കേഷനൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസ് മെട്രിക്സ് നമുക്ക് നോക്കണം. ബേസിക്കലി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ടേംസ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കണം. അതേപോലെ 2 ഇക്വേഷൻ ഉണ്ട്, അതും കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രോബ്ലംസ് വരുന്നത് ബേസിക്കലി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അൽഗോരിതംസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് അവിടെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് മേടിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. അതായത് ബേസിക്കലി അറൈവൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? അറൈവൽ ടൈം എന്ന് പറയാൻ ബേസിക്കലി ഇത്രേ ഉള്ളൂ. പ്രോസസ്സ് റെഡിയിൽ ക്യൂയിൽ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് കിട്ടുന്ന ആ ഒരു ടൈമാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ P1 അറൈവ്സ് അറ്റ് ടൈം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത് അറൈവൽ ടൈമാണ്. ഇനി ബേഴ്സ് ടൈം അല്ലെങ്കിൽ BT എന്ന് പറയാൻ ബേസിക്കലി പ്രോസസ്സിന് വേണ്ട എക്സാക്ട് CPU എക്സിക്യൂഷൻ ടൈമാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 മില്ലി സെക്കൻഡ് കൊണ്ട് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് തീരും. നമ്മൾ പഠിക്കുന്ന കാര്യമൊക്കെ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അതാണ് ബേസിക്കലി ബേഴ്സ് ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കംപ്ലീഷൻ ടൈം എന്ന് പറയാൻ ബേസിക്കലി പ്രോസസ്സ് എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുന്ന സമയം. നമുക്ക് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് പകുതി ആയി കഴിഞ്ഞപ്പോൾ അടുത്തതിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് തീരുന്നപ്പോഴാണ് ശരിക്കും അത് തീർന്നു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയതൊന്നും നമ്മളവിടെ കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ ടേൺ അറൗണ്ട് ടൈം TIT എന്ന് പറയുന്നത് ബേസിക്കലി അറൈവൽ മുതൽ കംപ്ലീഷൻ വരെയുള്ള ടോട്ടൽ ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർമുല നമുക്ക് TIT = CT - AT എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതായത് അറൈവൽ മുതൽ കംപ്ലീഷൻ വരെയുള്ള ടോട്ടൽ ടൈമാണ്. അപ്പോൾ നമുക്കത് മൈനസ് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം TIT = വെയിറ്റിംഗ് ടൈം പ്ലസ് BT എന്ന് നമുക്ക് പറയാം. ഇനി വെയിറ്റിംഗ് ടൈം എന്താണ്? ബേസിക്കലി റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്തിനാണ് ബേസിക്കലി നമ്മൾ വെയിറ്റിംഗ് ടൈം WT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം WT = TIT - BT എന്നുള്ള ഇക്വേഷൻ നമുക്ക് പറയാം. ഇനി അടുത്തായിട്ട് പറയുന്ന റെസ്പോൺസ് ടൈമാണ് RT. ബേസിക്കലി അറൈവൽ മുതൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു പ്രോസസ്സിന് എപ്പോഴാണോ CPU കിട്ടുന്നത് അത്രയും ടൈമിനെയാണ് ബേസിക്കലി റെസ്പോൺസ് ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫോർമുലയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ RT = ഫസ്റ്റ് എക്സിക്യൂഷൻ ടൈം മൈനസ് AT എന്ന് നമുക്ക് പറയാം. അപ്പം ഇനി നമ്മൾ ഒരു ഷെഡ്യൂളിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിമൈസേഷൻ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഷെഡ്യൂളേഴ്സിൻ്റെ ഗോൾസ് നോക്കണം. മാക്സിമൈസ് ചെയ്യുക. എന്ത്? CPUയുടെ യൂട്ടിലൈസേഷൻ മാക്സിമം കൂട്ടുക, ത്രൂപുട്ട് മാക്സിമം കൂട്ടുക. അപ്പോൾ ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജോബ്സ് കംപ്ലീറ്റഡ് പെർ സെക്കൻഡ് ആണ്. അതായത് ചെയ്യുന്ന ജോലികളുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മിനിമൈസ് ചെയ്യണം. എന്തൊക്കെ ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കണം, അതേപോലെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കണം, റെസ്പോൺസ് ടൈമും നമുക്ക് കുറയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ പല അൽഗോരിതംസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ ഓരോ അൽഗോരിതംസ് ആയിട്ട് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ നോക്കും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നതിന് ശേഷം നമ്മളോട് പറയും ഈ ഒരു അൽഗോരിതം വെച്ച് നിങ്ങൾ ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം അങ്ങനെ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമുക്ക് എസ്സേ പാർട്ടിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇത് നമുക്ക് ഫസ്റ്റ് അൽഗോരിതം നോക്കാം. ആദ്യമായിട്ടുള്ള അൽഗോരിതം നമുക്ക് നോക്കാം FCFS ഷെഡ്യൂളിംഗ്. എന്ന് പറഞ്ഞാൽ FCFS എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം വന്ന ആൾക്ക് ആദ്യമേ തന്നെ CPU കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ റെഡി ക്യൂവിൽ നിന്ന് ആദ്യം എത്തുന്ന പ്രോസസ്സിന് ആദ്യമേ CPU കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ FIFO ക്യൂ ആണ് നമ്മളിത് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. FIFO ക്യൂ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. FIFO എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതായത് ആദ്യം വന്നതിനെ ആദ്യമേ ഇറങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് ക്യൂ വെച്ചിട്ടാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം FCFS എന്ന് പറയുന്ന ഒരു നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. എന്ന് പറയാൻ ഇത്രയുള്ള ഒരു പ്രോസസ്സിന് CPU കിട്ടിക്കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യുന്നിടം വരെ വേറെ ഒരു കാര്യം നമ്മളോട് CPU ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളി നമുക്കത് നിർത്തി ഇത് മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിനടുത്ത് CPU കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു എഫക്റ്റാണ് ബേസിക്കലി കോൺവോയ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് CPU ബൗണ്ട് പ്രോസസ്സ് CPU പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോർട്ട് പ്രോസസ്സ് എല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും.
നമുക്ക് സിമ്പിളായിട്ടൊരു 10 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് FCFSൽ അത് തീരാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വലിയ പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി കുഞ്ഞു കുഞ്ഞു പ്രോസസ്സ് ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ചുമ്മാ ഇരിക്കേണ്ടി വരുന്നുണ്ട് CPU-ന് വേണ്ടി, അല്ലെ CPU-ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാം പുവർ CPU ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അതാണ് ബേസിക്കലി കോൺവോയ് എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. അതുവഴി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 3 പ്രോസസ്സ് തന്നിട്ട് P1 എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 24 ആണ്. അതേപോലെ P2 3 ആണ്, P3 3 ആണ്. അപ്പോൾ ഇത് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. നമുക്ക് നോർമലായിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ബേസിക്കലി ഫസ്റ്റ് വന്നത് P1 ആണ് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. P1 ദെൻ P2 ദെൻ P3. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ എങ്ങനെയാണ് നമുക്കറിയാം അറൈവൽ ഓർഡർ പോലെ തന്നെയാണ് എക്സിക്യൂഷൻ ഓർഡർ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് നമ്മൾ ഇവിടുത്തെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഗാൻ ചാർട്ടാണ്. ബേസിക്കലി വേറെ ഒന്നുമില്ല, നമ്മൾ താഴെയായിട്ട് അതിൻ്റെ ടൈം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഏത് പ്രോസസ്സാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളകത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് വരച്ച് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാം. അപ്പോൾ P1 വരുന്നു. P1 എപ്പോഴാണ് വന്നത്? 0th സെക്കൻഡിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതായത് സ്റ്റാർട്ടിങ്ങിൽ വന്നു, 0-ൽ നിന്ന് വന്നു. അതിനുശേഷം P1 വന്നു. P1 ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യണം. കാര്യം ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം 24 യൂണിറ്റ്സ് ഓഫ് ടൈം അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. സോ 24, അതായത് 0-ൽ തുടങ്ങിക്കഴിഞ്ഞാൽ 24 വരെ അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 24 കേട്ടോ, 2 4 താഴെയായിട്ട് പോയതാണ്, പ്രശ്നമില്ല. ഇനി അപ്പോൾ നമുക്ക് P1ൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? P2 എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. P2 വന്നു. P2ൻ്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 3 ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 3 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്ത് തീർന്നപ്പം 24 വരെ എത്തിയായിരുന്നു. 24 യൂണിറ്റ്സ് ഓഫ് ടൈം എത്തി. സിമ്പിളായിട്ട് നമ്മൾ 24 സെക്കൻഡ് ആയെന്നാണ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ 24 സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3 സെക്കൻഡ് വേണം P2 എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പം അതിനുശേഷം അടുത്ത P2 എടുക്കുന്നു. P2 എടുത്ത് 3 സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 24 + 3 27 വരെ നമുക്ക് ഇവിടെ പോയിട്ടുണ്ട്. P2 എക്സിക്യൂട്ട് ചെയ്ത് തീരുമ്പോൾ 27 സെക്കൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 27 യൂണിറ്റ്സ് ഓഫ് ടൈം എത്തിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് P3 ആണ്. നമുക്ക് അവിടെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. P3 വരുമ്പോൾ ബേസ് ടൈം 3 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അഗെയിൻ ഒരു 3 യൂണിറ്റ്സ് കൂടി അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ P3 കൂടി എത്തിക്കഴിയുമ്പോൾ 27 + 3 ദാറ്റ് ഈസ് 30 ആയിരിക്കും ലാസ്റ്റ് 1 വീക്കിൻ്റെ ടൈം. അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത് ഗാൻ ചാർട്ടാണ്. അപ്പോൾ ഗാൻ ചാർട്ട് വരയ്ക്കുക. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ബേസിക്കലി ബാക്കിയുള്ള ടൈംസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാൻ ചാർട്ടിൽ നിന്ന് P1 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ബേസിക്കലി നമുക്കറിയാം 24 സെക്കൻഡ്സ് അല്ലെങ്കിൽ 24 യൂണിറ്റ്സ് ആയപ്പോഴാണ് P1 കംപ്ലീറ്റ് ചെയ്തത്. അതായത് P1 എക്സിക്യൂട്ട് ചെയ്ത് തീർന്നത് 24-ലാണ്. ഇനി P2 എപ്പോഴാണ് തീർന്നത്? 27-ലാണ്. ഓക്കെ, ഒരിക്കലും 2 അല്ലെങ്കിൽ 3 എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. 24 കഴിഞ്ഞിട്ട് 27-ലായപ്പോഴാണ്, ഓക്കെ, 24 തൊട്ട് 27 വരെയാണ് P2 കിട്ടിയത്. പക്ഷേ P1 കഴിഞ്ഞതിന് ശേഷം P2 ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എപ്പോഴാണ്? ബേസിക്കലി P2 എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 27-ലാണ്. സോ അതായിരിക്കും ബേസിക്കലി നമ്മൾ കംപ്ലീഷൻ ടൈമായിട്ട് എഴുതി വെക്കേണ്ടത്. മാറ്റി എഴുതരുത്, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ P3യുടെ കേസ് പറയുകയാണെങ്കിൽ P3 എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് തീർന്നിരിക്കുന്നത് 30-ലാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീഷൻ ടൈം നമുക്ക് ഗാൻ ചാർട്ടിൽ നിന്ന് കിട്ടി. സോ നമ്മൾ ഇനി ഒരു ടേബിൾ പോലെ അങ്ങ് വരച്ച് വയ്ക്കാം. കംപ്ലീഷൻ ടൈം, അതേപോലെ പ്രോസസ്സിൻ്റെ പേര്. ഇനി നമുക്ക് TAT WT നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ഫോർമുല നമുക്കറിയാം TAT = CT - AT ആണ്. അപ്പോൾ CT നമുക്ക് ഗാൻ ചാർട്ടിൽ കൂടി കിട്ടി. ഈ അറൈവൽ ടൈം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഇവിടെ 0 അപ്പോൾ അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് TAT = CT - AT ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു TAT എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? TAT എന്ന് പറയാൻ ടേൺ അറൗണ്ട് ടൈമാണ്. അതായത് വന്ന് അവിടെ നിന്നിട്ട് വേറെ എന്തെങ്കിലും നോക്കി നിൽക്കുന്നു, അതേപോലെ വഴിയിലുള്ളവർ പോകുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ താമസമൊന്നും വരുന്നില്ല. അതായത് CPU കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചിന്തിക്കുക. ഇനി അതല്ലാത്തവരുണ്ടെങ്കിൽ ബേസിക്കലി സിമ്പിളായിട്ട് ഇത്രയും ആലോചിച്ച് വെക്കുക. FCFSൽ നമ്മൾ അറൈവൽ ടൈമിൻ്റെ കേസ് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു എന്നുള്ളൊരു ഐഡിയ ഓർത്ത് വെച്ചേക്കാം നമ്മളിവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് P1 = 24, P2 = 27, P3 = 30 നമുക്ക് കിട്ടി. ഈ വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇക്വേഷൻ നമുക്കറിയാം TAT - BT ആണ്. അപ്പോൾ V1ൻ്റെ കേസിലേക്ക് വരുമ്പോൾ 24 - 24 = 0 കിട്ടി. അതായത് സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക. നമുക്ക് ഇവിടെ വന്ന ഒരു പ്രോസസ്സ് വന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈം കിട്ടിയിട്ടുണ്ട്. P1 വന്നപ്പോഴേ എനിക്ക് പ്രോസസ്സർ കിട്ടുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം അങ്ങനെ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് ഇതിന് ശേഷം നമുക്ക് ഇപ്പോൾ ചില സമയത്ത് ഇക്വേഷനൊക്കെ എഴുതി നമ്മൾ സോൾവ് ചെയ്ത് വന്നാലും നമുക്ക് ചില സമയത്ത് വാല്യൂസൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ലോജിക് കൂടി നമ്മളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഫോർമുല പഠിക്കുന്നു. ഫോർമുല പഠിക്കാണ്ട് പോകരുത്. 2 ഫോർമുലയേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കുക. വെയിറ്റിംഗ് ടൈം = TAT - BT ആണ്. അപ്പോൾ V1ൻ്റെ കേസിൽ 24 - 24 ദാറ്റ് ഈസ് 0. P2 = 27 - 3 ദാറ്റ് ഈസ് 24 ആണ്. P3 എന്ന് പറയുന്നത് 30 - 3 ദാറ്റ് ഈസ് 27 ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം ആവറേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് ആവറേജ് വെയിറ്റിംഗ് ടൈമും അതേപോലെ തന്നെ ആവറേജ് ടേൺ അറൗണ്ട് ടൈമുമാണ്. ബേസിക്കലി സിമ്പിളായിട്ട് ഇവിടെ 3 പ്രോസസ്സായിരുന്നു. സോ ഇത് 3 കൂടി എടുത്തിട്ട് നമ്മൾ നമുക്ക് കിട്ടിയ ടേൺ അറൗണ്ട് ടൈം അതേപോലെ തന്നെ വെയിറ്റിംഗ് ടൈം മൊത്തം സം ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സ് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും നമുക്ക് കിട്ടുന്നു.
അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ പ്രോസസ്സിന് കുറച്ച് സമയം കൂടുതലെടുത്തു, അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പ്രോസസ്സ് തേർഡ് പ്രോസസ്സ് വളരെ ടൈം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺവോയ് എഫക്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം. നമ്മൾ ആദ്യത്തെ കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാൽക്കുലേഷൻസ് ഒന്നും അധികം എടുത്ത് പറയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് 3 പ്രോസസ്സാണ്. P2 = 3, P3 = 3, P1 = 24 ആണ്. അറൈവലിൻ്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത് P2, P3, P1 ആണ്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓർഡർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് P2 ആദ്യം എക്സിക്യൂട്ട് ചെയ്തതിന് അതിനുശേഷം P3, അതിനുശേഷം P1. നമ്മൾ ഗാൻ ചാർട്ട് വരയ്ക്കുന്നത് P2 ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 തൊട്ട് 3 വരെ പോകുന്നു. നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. അതേപോലെ P3 എന്ന് പറയുന്നത് 3 to 6 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. P1 എന്ന് പറയുന്നത് 6 to 30 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ കംപ്ലീഷൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ P2 = 3, P3 = 6 ആണ്, P1 = 30 ആണ്. ഇപ്പോൾ ഗാൻ ചാർട്ടിൽ ഇരുന്ന് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ടേൺ ടൈം കണ്ടുപിടിക്കുന്നു. P2 = 3, P3ൻ്റെ കേസ് വരുമ്പോൾ 6 ആണ് വരുന്നത്, P1 = 30 ആണ് വരുന്നത്. ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കാം. സിമ്പിളായിട്ട് നമ്മൾ മൈനസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ബേസിക്കലി P2 = 0 ആണ്. P2ന് പ്രത്യേകിച്ച് ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. P3 = 3 ആണ്, P1 = 6 ആണ്. ഇത് നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈം എടുത്ത് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കുമ്പോൾ നമുക്ക് 3 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് ഓഫ് ടൈം എന്ന് കിട്ടും. ഇനി അതേപോലെ ആവറേജ് ടേൺ അറൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 13 മില്ലി സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു കോൺവോയ് എഫക്റ്റ് ആണ് നമ്മൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് നമ്മളത് 2 എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ലാർജറായിട്ടുള്ള ടൈമുള്ള പ്രോസസ്സാണ് ആദ്യമേ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, കുഞ്ഞ് പ്രോസസ്സ് അവിടെ കുറച്ച് നേരം ചുമ്മാ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആദ്യത്തെ തീരാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ കോൺവോയ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം എന്ത് പറ്റി, ഈ ആവറേജ് വെയിറ്റിംഗ് ടൈമും അതേപോലെ തന്നെ ആവറേജ് ടേൺ അറൗണ്ട് ടൈമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു മറ്റേതിന്. ഇത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് FCFSൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ നമുക്ക് പറയാൻ സിമ്പിളാണ്. അതായത് ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തായിട്ട് നോ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്, അതായത് ബേസിക്കലി ഒരു പ്രോസസ്സിനും പ്രൊസസ്സർ കിട്ടാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പയ്യെ എല്ലാ പ്രോസസ്സിനും പ്രൊസസ്സർ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ചിലപ്പോൾ മേ ബി താമസിച്ച് പോയേക്കാം, പക്ഷേ എന്തായാലും എല്ലാത്തിനും കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ അതിനെയാണ് ബേസിക്കലി നമ്മളിവിടെ സ്റ്റാർവേഷൻ ഇല്ല എന്നോട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി കോൺവോയ് എഫക്റ്റ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈമൊക്കെ ഇവിടെ മോശമാണ്. അതേപോലെ നോൺ പ്രീഎംറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്റ്റീവ് സിസ്റ്റംസിനൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇനി അടുത്ത ഷെഡ്യൂളിംഗ് ടൈപ്പാണ് ഷോർട്ടസ്റ്റ് ചോപ്പ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോൺ പ്രീഎംറ്റീവ് വേർഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഈ SJF അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സിമ്പിൾ ഐഡിയയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള CPU ബേസ്ഡ് ടൈം ഉള്ള പ്രോസസ്സിനെ ആദ്യമേ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് നോൺ പ്രീഎംറ്റീവ് SJF ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ കംപ്ലീഷൻ വരെ അത് റൺ ചെയ്യുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ വേറെ ഇവിടെ നമ്മൾ നോക്കുന്ന ഫാക്ടർ ഇത്രയേ ഉള്ളൂ, ഏറ്റവും കുറവ് ബെസ്റ്റ് ടൈം ഉള്ളതിനെ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമുക്കൊരു 4 പ്രോസസ്സുകളുണ്ട്, P1, P2, P3, P4. P1 എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, P2ൻ്റെ ബേസ് ടൈം 8 ആണ്, P3 7 ആണ്, P4 3 ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബേസിക്കലി ഏറ്റവും കുറവ് ബേസ് ടൈം ആർക്കാണുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇത് ജസ്റ്റ് നോക്കി നമുക്ക് P4നാണ് 3 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ആർക്കാണ് കുറവുള്ളത് നമ്മൾ നോക്കുന്നു. അപ്പോൾ P1 എന്ന് നമുക്ക് കിട്ടി. പിന്നെ അതേപോലെ നമ്മൾ കൃത്യമായിട്ട് എല്ലാത്തിനെയും ബേസ് ടൈം നോക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും കുറവുള്ളതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഓർഡർ ആയിട്ട് അങ്ങ് എഴുതുക. ഇപ്പോൾ ഇവിടെ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ P4, അതിനുശേഷം P1, P3, P2 എന്നുള്ളൊരു ഓർഡറാണ്. അപ്പോൾ നമുക്ക് ഈ അനുസരിച്ചിട്ട് ഇനി അതിൻ്റെ എത്രത്തോളം ടൈം എടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഗാൻ ചാർട്ടിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ P4ന് നമ്മൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് ബേസ് ടൈം അതിനാണ്. സോ P4 0 തൊട്ട് 3 വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം P1 3 to 9 എക്സിക്യൂട്ട് ചെയ്യുന്നു, P3 9 to 16 എക്സിക്യൂട്ട് ചെയ്യുന്നു, P2 16 തൊട്ട് 24 വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഞാൻ ഇതിലൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാര്യം സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്, നമുക്ക് മനസ്സിലാവും. ഇനി ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സമയം വരാണ്ടും കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇനി നമുക്ക് ഗാൻ ചാർട്ടിൽ നിന്ന് കംപ്ലീഷൻ ടൈം കിട്ടിയിട്ടുണ്ട്. P4 തീരുന്നത് 3 സെക്കൻഡ്സ് ആണ്, അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് ഓഫ് ടൈമിലാണ്. P1 9, P3 എന്ന് പറയുന്നത് 16, P2 എന്ന് പറയുന്നത് 24 ആണ്. ഇത് നമ്മൾ ടേൺ അറൗണ്ട് കഴിഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എല്ലാം അറൈവൽ ടൈം = 0 ആണ്. സോ അതുകൊണ്ട് തന്നെ P4 = 3, P1 = 9, P3 = 16, P2 = 24. നമ്മൾ അറൈവൽ ടൈം 0 ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഇനി അതേപോലെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. വെയിറ്റിംഗ് ടൈം = T80 - BT ആണ്. അപ്പോൾ P4 ഡേയ്സിലേക്ക് വരുമ്പോൾ 3 - 3 that is 0 ആണ്. വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. P1 എന്ന് പറഞ്ഞാൽ 9 - 6 3 ആണ്. 3 യൂണിറ്റ്സ് ഓഫ് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ P3 കണ്ടുപിടിക്കുന്നുണ്ട് 9 ആണ്. P2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. ഇനി അതിനുശേഷം ഇതിൻ്റെ എല്ലാം ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ബേസിക്കലി 7 മില്ലി സെക്കൻഡ് ആണ്. ഇനി ആവറേജ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് 13 മില്ലി സെക്കൻഡ് ആണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് അറൈവൽ ടൈം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അറൈവൽ ടൈം ഉള്ള ഒരു എക്സാമ്പിൾ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രോസസ് ടേബിൾ തന്നിട്ടുണ്ട്. P1 എന്ന് പറയുന്നതിൻ്റെ 80 = 3 ആണ്, BT = 5, P2ൻ്റെ 80 = 0, BT = 4, P3 80 = 4,
BT ഈക്വൽ ടു 2, അതേപോലെ P4ൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ടൈം 0 കേസ് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അതായത് 0th ടൈമിൽ ആരാണ് വന്ന് എന്നുള്ളത് നമ്മൾ നോക്കുന്നു, വേറെ ഒന്നും നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 0th ടൈം എടുത്തു കഴിഞ്ഞപ്പോൾ ബേസിക്കലി നമുക്കിവിടെ 80 വന്നേക്കുന്നത് P2-നാണ്. അപ്പോൾ P2-ന് മാത്രമേ വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ P2 ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ നോൺ പ്രിയംറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ P2 നമ്മൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു 0 തൊട്ട് 4 വരെ. ടൈം 4-ലെത്തിയപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നോക്കുവാണ് ടൈം 4ൻ്റെ കേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പം P1ൻ്റെ കാര്യം പറയുന്നുണ്ട്, അതേപോലെ P3ൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യും. ഇപ്പോൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ബേസ് ടൈമിൻ്റെ ഐഡിയ പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്ര നമ്മളിവിടെ 2 സാധനങ്ങൾ ഒരേ ടൈമിൽ വന്നു. അപ്പം P1 ഈക്വൽ ടു 5, P3 ഈക്വൽ ടു 2 ആണ് അതിൻ്റെ ബേസ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ അൽഗോരിതം എന്താണ്? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതിന് എടുക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? P3നെ ഞാൻ എടുത്തു. P3ക്കാണ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ബേസ് ടൈം ഉള്ളത്. സോ P3 എടുത്തു, എക്സിക്യൂട്ട് ചെയ്യുന്നു. 4 തൊട്ട് 6 വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി 6-ലെത്തി കഴിഞ്ഞപ്പോൾ എഗെയിൻ 6 എന്ന് പറഞ്ഞ ടൈം ഉണ്ടോ നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. നമ്മൾ ആദ്യമേ നമുക്ക് ഈ പറഞ്ഞ ടേബിളിൽ തന്നേക്കുന്ന അറൈവൽ ടൈം ഏതൊക്കെ എത്തും അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടൈം 6-ലെത്തിയപ്പോഴത്തേനും അവിടെ നമുക്ക് നോക്കിയപ്പോൾ 2 പ്രോസസ്സ് പിന്നെയും അവൈലബിൾ ആണ്. P1 ഈക്വൽ ടു 5, അതുപോലെ തന്നെ P4 ഈക്വൽ ടു 4. ഇതിൽ ഏറ്റവും കുറവുള്ളത് എടുക്കാം, P4 എടുക്കുക. ദെൻ P4 എടുത്തു നമ്മൾ 6 തൊട്ട് 10 വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ P1 എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. 10 തൊട്ട് 15 വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു എക്സിക്യൂഷൻ ഓർഡർ നോക്കുകയാണെങ്കിൽ ആദ്യമേ P2, ദെൻ അതിനുശേഷം P3, P4, ദെൻ P1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമുക്ക് ഗാൻ ചാർട്ട് കൃത്യമായിട്ട് വരച്ചാൽ അതിൽ തന്നെ നമുക്ക് കംപ്ലീഷൻ ടൈം കിട്ടും. P2 ഈക്വൽ ടു 4, P3 ഈക്വൽ ടു 6, P4 ഈക്വൽ ടു 10, P1 ഈക്വൽ ടു 15. ഇതൊക്കെയാണ് ബേസിക്കലി അതിൻ്റെ കംപ്ലീഷൻ ടൈം. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാം. T8 ഈക്വൽ ടു CT മൈനസ് 80 ആണ്. ഇവിടെ നമുക്ക് 80 തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ 0 അല്ല എടുക്കേണ്ടത്. ബേസിക്കലി നമുക്ക് തന്നിട്ടുള്ള 80 നമുക്ക് എടുക്കാം. അപ്പം P2ൻ്റെ കേസ് വരുമ്പോൾ അത് 4 ആണ് ആൻസർ വരുന്നത്. P3ലേക്ക് വരുമ്പോൾ 6 മൈനസ് 4 ദാറ്റ് ഈസ് 2 വരും. P4ലേക്ക് വരുമ്പോൾ 10 മൈനസ് 5 ഈക്വൽ ടു 5 വരും. P1ലേക്ക് വരുമ്പോൾ 15 മൈനസ് 3 ദാറ്റ് ഈക്വൽ ടു 12 എന്ന് വരും. ഇനി അതേപോലെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. വെയിറ്റിംഗ് ടൈം ഈക്വൽ ടു T80 മൈനസ് BT ആണ്. നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കുക, നമുക്ക് വാല്യൂസ് കിട്ടും. അതിനുശേഷം നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 മില്ലി സെക്കൻഡ് എന്നും ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുമ്പോൾ 5.75 മില്ലി സെക്കൻഡ് എന്നും നമുക്ക് കിട്ടും. ഇനി SJFൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ മിനിമം ആയിട്ടുള്ള ആവറേജ് വെയിറ്റിംഗ് ടൈം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ളൊരു ത്രൂപുട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഷോർട്ടസ്റ്റ് ജോബൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ബേസ് ടൈം ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സ്റ്റാർവേഷൻ പോസിബിൾ ആണ്. അതായത് ലോങ്ങസ്റ്റ് പ്രോസസ്സിനൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് 4 hour വെയിറ്റിംഗ് പോസിബിൾ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ജോബ്സ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഷോർട്ടസ്റ്റ് ജോബ്സ് ആയിരിക്കും ഏറ്റവും ആദ്യമേ അടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്നുള്ള SRTF എന്ന് പറയുന്ന അൽഗോരിതമാണ്. അതായത് ബേസിക്കലി ഇതൊരു പ്രിഎംപ്റ്റീവ് വേർഷൻ ഓഫ് SJF എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് എവരി ഇൻസ്റ്റൻറ്റ് റിമൈനിങ് ബേസ് ടൈം ഏറ്റവും കുറവുള്ള പ്രോസസ്സിന് CPU കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കുക. അതായത് SJF എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ടോട്ടൽ ബേസ് ടൈം ആണ് നോക്കുന്നത്. SRTF എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റിമൈനിങ് ബേസ് ടൈം ആണ് നോക്കുന്നത്. അപ്പോൾ പ്രിയംഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയംഷൻ ഒന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി പോകാം. നമുക്ക് ഈ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് പ്രോസസ്സ് തന്നിട്ടുണ്ട്. P1 എന്ന് പറയുന്നതിൻ്റെ അറൈവൽ ടൈം 0 ആണ്. ബേസ് ടൈം എന്ന് പറയുന്നത് 8 ആണ്. P2ൻ്റെ അറൈവൽ ടൈം 1, അതേപോലെ അതിൻ്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. P3ൻ്റെ അറൈവൽ ടൈം 2, ബേസ് ടൈം 9 ആണ്. P4ൻ്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. അറൈവൽ ടൈം 0-ലുള്ള പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. എത്ര നേരത്തിന് എക്സിക്യൂട്ട് ചെയ്യണം? നമുക്ക് അടുത്ത അറൈവൽ ടൈം എവിടെയാണ് തന്നിരിക്കുന്നത്? 1ൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം 2 പറഞ്ഞിട്ടുണ്ട്, 3 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ന് പറയാൻ നമുക്കിവിടെ ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രിഎംപ്റ്റീവിലെ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യമേ നമുക്ക് ടൈം 0 ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് P1 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ P1 എക്സിക്യൂട്ട് ചെയ്യുന്നു. P1 റൺ ചെയ്യുന്നു. 0 തൊട്ട് 1 വരെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 8 യൂണിറ്റ് ആയിരുന്നു ടോട്ടൽ BT പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ബേസ് ടൈം പറഞ്ഞത്. അതിൽ ഒരു യൂണിറ്റ് നമ്മളിപ്പം 0 തൊട്ട് 1 വരെ പോയപ്പം എക്സിക്യൂട്ട് ചെയ്തു. സോ ആദ്യമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് P1 തന്നെയാണ്. പിന്നെ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ബേസ് ടൈം എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം നമുക്ക് ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അറൈവൽ ടൈമിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 1-ൽ അറൈവൽ ടൈം 1-ൽ വേറൊരു സാധനം കൂടി വരുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ടൈം 1-ലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് പറ്റി? P2 എന്ന് പറഞ്ഞ സാധനം കൂടി വരുന്നുണ്ട്. P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ടൈം എത്രയാണ്? ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം. ഇവിടെ നമ്മുടെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതിന് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഏതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുന്നു? ഈ 1-ൻ്റെ റിമൈനിങ് എന്ന് പറയുന്നത് 7, P2ൻ്റെ 4 ആണുള്ളത്. സോ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ബേസിക്കലി P2 ആണ് ഷോർട്ടർ. സോ P1 പ്രിഎംപ്റ്റീവ് എന്ന് പറയാൻ അത് അവിടെ വെച്ച് നിർത്തും.
ഓക്കെ, അതിനുശേഷം P2 ആണ് ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ P2 റൺ ചെയ്യുന്നു. എഗെയിൻ നമ്മൾ ഒരു യൂണിറ്റാണ് റൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു യൂണിറ്റ് റൺ ചെയ്യാൻ കാരണം എന്താണ്? നമ്മൾ അറൈവൽ ടൈം ഒന്ന് വെച്ചിട്ടാണ് അവർ തന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അറൈവൽ ടൈം വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ മനസ്സിലായി എഗെയിൻ ഇത് തന്നെയാണ് റൺ ചെയ്യേണ്ടത്. സോ അങ്ങനെ റൺ ചെയ്ത് പോകുന്നു. അങ്ങനെ അപ് ടു 1 to 5 വരെ P2 തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ജസ്റ്റ് നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് നോക്കുക, കൃത്യമായിട്ട് ഗാൻറ്റ് ചാർട്ട് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ 1 to 5 കൊണ്ട് P2 കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ടൈം 5 എത്തിയപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ്? P1 റിമൈനിങ് ആയിട്ട് 7 ഉണ്ട്, P3 9 ഉണ്ട്, P4 5 ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യാം, എന്ത് യൂസ് ചെയ്യും? P4 യൂസ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണ്? P4 ഏറ്റവും കുറവ്. ഓക്കെ, അതായത് 5ഉം 9ഉം 7ഉം ഉണ്ട്, അതിൽ ഏറ്റവും കുറവ് 5 ആണ്. സോ അതുകൊണ്ട് ഞാൻ P4 എടുത്ത് റൺ ചെയ്യുന്നു. ഇനി P4 റൺ ചെയ്യുന്നു. 5 തൊട്ട് 10 വരെ P4 ആണ് കംപ്ലീറ്റ് ചെയ്തത്. എഗെയിൻ നമുക്ക് ഓരോ സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നോക്കി പോകണം. ഓക്കെ, ഇനി അതിനുശേഷം 10 എത്തിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ വെച്ച് ആരൊക്കെയാണ് അവൈലബിൾ നോക്കി. അപ്പോൾ P1 7 റിമൈനിങ് ഉണ്ട്, P3 9 ഉണ്ട്. സോ ഇവിടെ വെച്ച് നമുക്കറിയാം P1 ആണ് ചൂസ് ചെയ്യേണ്ടത്, ഏറ്റവും കുറവാണെന്നാണ് പറയുന്നത്. സോ P1 ചൂസ് ചെയ്യുന്നു, P1 റൺ ചെയ്യുന്നു, 10 തൊട്ട് 17 വരെ റൺ ചെയ്യുന്നു, P1 കംപ്ലീറ്റ് ആവുന്നു. അതിനുശേഷം P3 റൺ ചെയ്യുന്നു. സോ 17 തൊട്ട് 26 വരെ റൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗാൻറ്റ് ചാർട്ട് വരുന്നത്. അപ്പോൾ ഈ ഗാൻറ്റ് ചാർട്ടിൻ്റെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ P1, then P2, P4, P1, P3 എന്ന് പറയും. സോ അതിന് കൃത്യമായിട്ടുള്ള ടൈമും നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്ന് കംപ്ലീറ്റ് ആവുന്ന എപ്പോഴൊക്കെയാണ്? P1 കംപ്ലീറ്റ് ആവുന്നത് 17ലാണ്. കാരണം P1 കുറച്ച് എക്സിക്യൂട്ട് ചെയ്തു, അതിന് ശേഷം നിർത്തിയിട്ട് പോയി. പക്ഷേ കംപ്ലീറ്റ് ആവുന്നത് ബേസിക്കലി 17ലാണ്. ഇനി P2 കംപ്ലീറ്റ് ആവുന്നത് 5ലാണെന്ന് നമുക്ക് പറയാം. P3 എന്ന് പറയുന്നത് 26ലാണ്, P4 എന്ന് പറയുന്നത് 10ലാണ്. ഇനി അതിനുശേഷം ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുന്നു. CT - 80 ആണ്. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. അതിനുശേഷം നമുക്കറിയാം ആവറേജ് വെയിറ്റിംഗ് ടൈമും അതേപോലെ തന്നെ ആവറേജ് ടേൺ അറൗണ്ട് ടൈമും നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. സെയിം ഐഡിയ തന്നെയാണ്. ബേസിക്കലി ഇവിടെ അറൈവൽ ടൈം അവിടെ 1 ബേസിക്കലി 2 പ്രോസസ്സ് വരുന്നുണ്ട്, P1ഉം P2ഉം വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഏറ്റവും കുറവുള്ളതിനെ എടുക്കണം. ദാറ്റ് ഈസ് P1 ആണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം അടുത്തത് P3, അതായത് സെക്കൻഡ് യൂണിറ്റ് ഓഫ് ടൈമിൽ അറൈവൽ ടൈം സെക്കൻഡിൽ നമുക്ക് P3 വരുന്നുണ്ട്. സോ അവിടെ വെച്ച് നമ്മൾ നിർത്തി ഒന്നുകൂടി ചെക്ക് ചെയ്ത് എങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത അൽഗോരിതമാണ് ബേസിക്കലി പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ്സിന് CPU കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രയോറിറ്റി നമ്പർ ഓരോന്നിനും ഓരോ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം 2 ടൈപ്പിൽ നമുക്ക് പറയാം. പ്രീഎംറ്റീവും പറയും, അതേപോലെ നോൺ പ്രീഎംറ്റീവ് പറയാം. പ്രീഎംറ്റീവ് എന്ന് പറയാൻ നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആണെന്നുണ്ടെങ്കിൽ നിർത്തി നമുക്ക് പോകാം. നോൺ പ്രീഎംറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്രോസസ്സ് മൊത്തം കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ നോൺ പ്രീഎംറ്റീവ് ആണ്. ബേസിക്കലി നമുക്കതങ്ങനെ മനസ്സിലായി, അറൈവൽ ടൈം ഒന്നും തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ. പ്രയോറിറ്റി ഏറ്റവും കുറവുള്ളതിനെ നമ്മളിവിടെ ഹയർ പ്രയോറിറ്റി ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതായത് പ്രയോറിറ്റി നമ്പർ ഏറ്റവും കുറവുള്ളതിനെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടാവും. പ്രയോറിറ്റിയുടെ വാല്യൂ ഏറ്റവും കുറവാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഏറ്റവും ഹൈ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതെല്ലാം തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആൻസർ ചെയ്യുന്നതിന് കൂടുതൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ 1 എന്ന് പറയുന്നതാണ് ഞാനിവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളൊരു വാല്യൂ ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് സ്മോളർ പ്രയോറിറ്റി നമ്പർ ഇൻഡിക്കേറ്റ്സ് ഹയർ പ്രയോറിറ്റി. ഇനി നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P2, അതിനുശേഷം P5, അതിനുശേഷം P1, അതിനുശേഷം P3, P4 ആണ്. കാര്യം നമുക്കിവിടെ ഇടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് പോകുന്ന പരിപാടിയില്ല. സോ അതുകൊണ്ട് ആ ഒരു ഓർഡർ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം കംപ്ലീഷൻ ടൈം നമുക്ക് കണ്ടുപിടിക്കാം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത എക്സാമ്പിളാണ് ബേസിക്കലി P1, അതിന് അറൈവൽ ടൈം തന്നിട്ടുണ്ട്. അതേപോലെ P2 അറൈവൽ ടൈം തന്നിട്ടുണ്ട്, ബേസ് ടൈം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രയോറിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഇതൊരു പ്രീഎംറ്റീവ് വേർഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹയർ നമ്പർ എന്ന് പറയുന്നത് ഹയർ പ്രയോറിറ്റി ആണെന്ന് ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? ആദ്യമേ നമുക്ക് ടൈം 0 വരുമ്പോൾ P1 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ P1 റൺ ചെയ്യും. അപ്പം 0 തൊട്ട് 5 വരെ റൺ ചെയ്യുന്നു. ടൈം 5ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവൈലബിൾ ആയിട്ട് P2 ഉണ്ട്, അതിൻ്റെ പ്രയോറിറ്റി 2 ആണ്. P3 ഉണ്ട്, അതിൻ്റെ പ്രയോറിറ്റി 1 ആണ്. P4 ഉണ്ട്, അതിൻ്റെ പ്രയോറിറ്റി 3 ആണ്. അപ്പോൾ നമ്മളിവിടെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നോക്കുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രീഎംറ്റീവ് വേർഷൻ നോക്കിയായിരുന്നു ഷോർട്ടസ്റ്റ് ബേസ് ടൈം വെച്ചിട്ട്. ഇവിടെ നമ്മൾ അതിന് പകരം പ്രയോറിറ്റി നോക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈസ്റ്റ് പ്രയോറിറ്റീനെ എടുക്കാനാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ P4 റൺ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത അറൈവൽ ടൈം നോക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അഗെയിൻ റൺ ചെയ്യുന്നു. പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ ഓവറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഗാൻറ്റ് ചാർട്ട് വർക്ക് ചെയ്തതിന് ശേഷം കംപ്ലീഷൻ ടൈം നമ്മൾ അതിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കുന്നു. അതിനുശേഷം TATയും WTയും നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആവറേജ് എടുക്കുന്നു. അതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് റൗണ്ട് റോബിൻ. ബേസിക്കലി മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൗണ്ട് റോബിനാണ്. റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഓരോ പ്രോസസ്സിനും ഫിക്സ്ഡ് ആയിട്ടുള്ള CPU ടൈം സ്ലൈസ് നൽകുന്നു. ഈ ടൈം സ്ലൈസിനെയാണ് നമ്മളിവിടെ ടൈം ക്വാണ്ടം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് Q = 4 ms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് നടക്കുന്നത്?
പ്രോസസ്സ് സി പി യു എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അതായത് ഈ പ്രോസസ് ഫിനിഷസ് ബിഫോർ ക്യൂ ആണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് എക്സിറ്റ് ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതായത് ഫിനിഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി യു ഫോഴ്സിലി എടുത്ത് റെഡി ക്യൂടെ എൻഡിലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിന് സി പി യുയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് റൗണ്ട് റോബിൻ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. പ്രോസസ്സസ് ഒരു സർക്കുലർ ഓർഡറിലാണ് സി പി യു ലഭിക്കുന്നത്. സോ അതായത് ഒരു റൗണ്ട് ബേസ്ഡ് ഗെയിം പോലെ. ഇനി നമുക്ക് ഈ ടൈം ക്വാണ്ടത്തിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി കേസ് 1 ആയിട്ട് നമ്മളോട് പറയുന്നത് വെരി ലാർജ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇപ്പം ഈ റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് FCFS പോലെ ബിഹേവ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? പ്രോസസ് മോസ്റ്റ്ലി കംപ്ലീറ്റ് ബിഫോർ പ്രിയംഷൻ ആണ്. ഇനി കേസ് 2 അതായത് വെരി സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടം ആയിക്കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് കോണ്ടാക്ട് സ്വിച്ചസ് അതായത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണ്? ബേസിക്കലി സി പി യുവിൻ്റെ എഫിഷ്യൻസി കുറയും. ഒരു ഒപ്റ്റിമൽ കേസ് എന്ന് പറയുന്നത് നമുക്ക് റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറയാം. അതായത് 80% സി പി യു ബേസ്റ്റ് ക്വാണ്ടത്തിനേക്കാൾ സ്മോളർ ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് കൂടാനും പറ്റില്ല, എന്നാൽ ഒട്ട് കുറയാനും പറ്റില്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തുക. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. P1 = 24, P2 = 3, P3 3 തന്നെയാണ്. ടൈം ക്വാണ്ടം 4, Q = 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ബേസിക്കലി P1 എക്സിക്യൂട്ട് 4 യൂണിറ്റ്സ്. അപ്പോൾ P1 4 യൂണിറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് കിട്ടുന്നു? P1 ബാക്കി എത്രയുണ്ട്? 24 - 4 ദാറ്റ് ഈസ് 20 അവർ റിമൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ P2 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് 4 യൂണിറ്റ്സ് മാത്രമേ മാക്സിമം പറ്റത്തുള്ളൂ. അതിനുശേഷം എന്ത് പറ്റും? അടുത്തത് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി ബാക്കി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ P2 ബാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ P2ൻ്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. സോ അതുകൊണ്ട് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അതിനുശേഷം P3 എക്സിക്യൂട്ട് ചെയ്യുന്നു. P3യുടെ ബേസ് ടൈം എന്ന് പറയുന്നത് 3 തന്നെയാണ്. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി P1 മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ P1 റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു, കംപ്ലീഷൻ ചെയ്യുന്നു നമ്മളെ. അതിൽ തന്നെയാണ് നമ്മളിവിടെ ഗാൻ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഗാൻ ചാർട്ടിൽ നിന്ന് കംപ്ലീഷൻ ടൈം നമ്മൾ എടുക്കുന്നു. അതിനുശേഷം TATയും WTയും നമ്മൾ കണ്ടുപിടിക്കുന്നു, ആവറേജ് എടുക്കുന്നു. ഇനി നമുക്ക് അറൈവൽ ടൈം വെച്ചിട്ടുള്ള കേസസ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നമ്മൾ എളുപ്പത്തിന് അറൈവൽ ടൈം എല്ലാം 0 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണമെന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അറൈവൽ ടൈം കൊടുക്കും. അതേപോലെ ടൈം ക്വാണ്ടം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം ക്വാണ്ടം തന്നെ അത് റൗണ്ട് റോബിൻ ആണെന്നുള്ള ഐഡിയ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. 2 millisecond ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പം P1, P2, P3 ഉണ്ട്. ബേസിക്കലി മാക്സിമം 2 യൂണിറ്റ്സ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അറൈവൽ ടൈം 0 നോക്കുന്നു. അതിനുശേഷം P1ൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, അതായത് P1 എന്ന് പറയുന്നത് 0 തൊട്ട് 2 വരെ വർക്കിംഗ് ആണ്. റിമൈനിങ് ആയിട്ട് 8 ആണ് ബേസ് ടൈം വരുന്നത്. പിന്നെ അതിനുശേഷം P2 നമ്മൾ എടുക്കുന്നു. അവിടെ നമുക്ക് 2 യൂണിറ്റ്സ് മാത്രമേ മാക്സിമം പറ്റത്തുള്ളൂ. 2 to 4 ആണ് പറ്റുന്നത്. ദെൻ റിമൈനിങ് അതിന് 3 ആണ്. P3 എടുക്കുന്നത് 4 to 6 ആണ്. റിമൈനിങ് 6 ആണ്. P1 എടുക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ബേസിക്കലി എല്ലാത്തിനും മാക്സിമം കിട്ടാവുന്നത് ബേസിക്കലി ഈ ഒരു ടൈം ക്വാണ്ടത്തിന് എത്രയും സമയമാണ് എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗാൻ ചാർട്ട് വരയ്ക്കുന്നു, കംപ്ലീഷൻ ടൈം നമ്മൾ അതിൽ നിന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ TATയും WTയും കണ്ടുപിടിക്കുന്നു, ആവറേജ് എടുക്കുന്നു. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 10 പ്രോസസ്സസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈച്ച് പ്രോസസ്സിന് സി പി യു ബേസ് ടൈം എന്ന് പറയുന്നത് 50 millisecond ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഒരു 200 millisecond ഉണ്ട്. അതേപോലെ ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് റൗണ്ട് റോബിനാണ്. അത് 20 millisecond ആണെന്ന് തന്നിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 3 millisecond എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ഗ്യാപ്പാണ് 3 millisecond എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. റെസ്പോൺസ് ടൈം ഓഫ് ഫസ്റ്റ് പ്രോസസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? അറൈവിൽ നിന്ന് ഫസ്റ്റ് സി പി യു എക്സിക്യൂഷൻ എപ്പോഴാണ് കിട്ടുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോസസ്സും അറൈവ് ചെയ്യുന്നത് ബേസിക്കലി T = 0 ഫസ്റ്റ് പ്രോസസ്സ് ബേസിക്കലി ഇമ്മീഡിയറ്റ്ലി സെലക്റ്റീവ് ആണ്. പക്ഷേ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഓവർ ഹെഡ് ബിഫോർ എക്സിക്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സോ നമുക്ക് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് = 3 millisecond എന്ന് പറയാം. സോ അതായത് ബേസിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എല്ലാം ഒരേ സമയത്ത് വരുന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ കോണ്ടെക്സ്റ്റ് സ്വിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് മാക്സിമം അവിടെ വരുന്ന ആ കോണ്ടെക്സ്റ്റ് സ്വിച്ചിന് എടുക്കുന്ന ടൈമാണ്. ദാറ്റ് ഈസ് 3 millisecond എന്ന് നമ്മളിവിടെ പറയുന്നു. സോ ഇത് 6 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കതവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് MLQ ഷെഡ്യൂളിംഗ് ആണ്. ബേസിക്കലി മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റെഡി ക്യൂ ഒരു സിംഗിൾ ക്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ സെപ്പറേറ്റ് ക്യൂസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈച്ച് ക്യൂ സ്പെസിഫിക് ടൈപ്പ് പ്രോസസ്സസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിസ്റ്റം പ്രോസസ് ക്യൂ ബേസിക്കലി ഹൈസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഇനി ഇൻട്രാക്റ്റീവ് പ്രോസസ് ക്യൂ പറയാൻ ഫോർഗ്രൗണ്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ബാച്ച് പ്രോസസ് ക്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് ജോബ്സ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ക്യൂസ് സ്ട്രിക്റ്റ് പ്രയോറിറ്റി ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ഹയർ പ്രയോറിറ്റി ഉള്ള ക്യൂസ് ആയിരിക്കും ഏറ്റവും ആദ്യമേ സെർവ് ചെയ്യുന്നത്. ലോവർ പ്രയോറിറ്റി അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഓരോ ക്യൂവിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ അൽഗോരിതംസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ബേസിക്കലി MLFQ ഷെഡ്യൂളിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. MLFQ എന്ന് പറഞ്ഞാൽ ബേസിക്കലി MLQൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോസസ്സസ് ക്യൂ തമ്മിൽ മൂവ് ചെയ്യാമെന്നുള്ളതാണ്.
അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ്? CPU ബിഹേവിയറിൻ്റെ ബേസിസിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ MLFQ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കഴിയും എന്താണ്? ബേസിക്കലി ബേഴ്സ്റ്റ് ടൈം മുൻകൂട്ടി നമുക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല. സിസ്റ്റം ഡൈനാമിക്കലി അതിനെക്കുറിച്ച് ലേൺ ചെയ്യും, അതിനുശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. CPU ബൗണ്ടഡ് പ്രോസസ്സ്, അതായത് ഫുൾ ക്വാണ്ടം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫലമായിട്ട് എന്ത് പറ്റും? ലോവർ പ്രയോറിറ്റി ക്യൂയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ബേസിക്കലി റൂൾസ് ആണ്. അതായത് നമുക്കിവിടെ കുറച്ച് റൂൾസ് ഉണ്ട്, ബേസിക് റൂൾസ് ഓഫ് MLFQ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പ്രയോറിറ്റി ഓഫ് A ഗ്രേറ്റർ ദാൻ പ്രയോറിറ്റി ഓഫ് B ആണെന്നുണ്ടെങ്കിൽ A റൺ ചെയ്യണം, B വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് വേറെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് പ്രയോറിറ്റി Aക്കാണ് പ്രയോറിറ്റി കൂടുതലെന്നുണ്ടെങ്കിൽ A റൺ ചെയ്യണം, മറ്റേത് വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത റൂളാണ് സെയിം പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ് അവിടെ വരേണ്ടത്. ഇനി അടുത്ത റൂളാണ് ബേസിക്കലി ന്യൂ പ്രോസസ്സ് ഹയസ്റ്റ് പ്രയോറിറ്റി ക്യൂവിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അടുത്ത റൂൾ എന്ന് പറയുന്നത് ബേസിക്കലി ഫുൾ ക്വാണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ക്യൂവിലേക്ക് ഡീമോട്ട് ചെയ്യും. ഇനി അടുത്ത ഒരു റൂളാണ് പ്രയോറിറ്റി പോസ്റ്റ്, അതായത് സെർട്ടൺ ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജോബ്സും ടോപ്പ് ക്യൂവിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തിനാണ് ബേസിക്കലി സ്റ്റാർവേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി MLFQൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബേസ്റ്റ് ടൈം നമുക്ക് പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല, അതായത് നമുക്ക് ബേസ്റ്റ് ടൈം അറിയേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ ഗുഡ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സ്റ്റാർവേഷൻ നമുക്ക് റിഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു കേസ് സ്റ്റഡി ആണ് ബേസിക്കലി ലിനക്സിൻ്റെ മോഡേൺ ഷെഡ്യൂളറിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CFS എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളറാണ്. അതായത് ലിനക്സിൻ്റെ 2.6.23 എന്ന് പറഞ്ഞൊരു കേർണൽ വേർഷനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഫെയർ CPU അലോക്കേഷൻ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഐഡിയ എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ, ഓരോ റണ്ണബിൾ പ്രോസസ്സിനും ഫെയർ ആയിട്ട് CPU ഷെയർ നൽകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡിയ എന്ന് പറയുന്നത് ബേസിക്കലി CFS ഫിക്സ്ഡ് ടൈം ക്വാണ്ടം യൂസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ പ്രപ്പോർഷണലി ആണ് CPU ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ബേസിക്കലി സെലക്ട് ചെയ്യുന്നത്? CFS ഓൾവേസ് സെലക്ട് ദ പ്രോസസ് വിത്ത് സ്മോളസ്റ്റ് V റൺ ടൈം. ബേസിക്കലി എന്താണ് ഈ V റൺ ടൈം എന്ന് പറഞ്ഞാൽ? ബേസിക്കലി വിർച്വൽ റൺ ടൈം ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എത്ര CPU ടൈം കൺസ്യൂം ചെയ്തു എന്ന് ട്രാക്ക് ചെയ്യുന്ന ഒരു വാല്യൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് നോക്കുക, ലെസ് CPU യൂസ്ഡ് പ്രോസസ് ആയിരിക്കും സ്മോളർ V റൺ ടൈം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും? നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നൈസ് വാല്യൂസ് എന്താണ്? ഇപ്പോൾ ലിനക്സ് പ്രയോറിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നൈസ് വാല്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. നമുക്കിത് കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കണമെന്നില്ല, എന്താണ് നൈസ് വാല്യൂസ് എന്നും നമുക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്കത് അറിയത്തില്ല, നമ്മൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ നൈസ് വാല്യൂസ് എന്ന് പറയാൻ ബേസിക്കലി ലിനക്സിലെ പ്രയോറിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയാൻ -20 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആണ്, 0 എന്ന് പറയാൻ ഡിഫോൾട്ട് ആണ്, +19 എന്ന് പറയാൻ ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് നോക്കുക, ലോവർ നൈസ് വാല്യൂ എന്ന് പറയാൻ മോർ CPU ഷെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും പറയാവുന്നതാണ്. പിന്നെ ടാർഗറ്റഡ് ലാറ്റൻസി എന്ന് പറയുന്നത് എന്താണ്? CFS ടാർഗറ്റഡ് ലേറ്റൻസി കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ, ഒരു ടൈം ഇൻ്റർവൽ കഴിഞ്ഞാൽ എല്ലാ റണ്ണബിൾ പ്രോസസ്സിനും അറ്റ്ലീസ്റ്റ് 1 CPU ആക്സസ് എങ്കിലും ലഭിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 4 പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ ടാർഗറ്റ് ലേറ്റൻസി എന്ന് പറഞ്ഞാൽ 20 millisecond ആണ്. അപ്പോൾ എല്ലാത്തിലും അറ്റ്ലീസ്റ്റ് ഒരു 5 millisecond ഒരു ആവറേജ് ഒരു റഫ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മിനിമം ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2 small CPU അലോക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ മിനിമം സൈസ് മെയിൻറ്റെയിൻ ചെയ്യും. അടുത്തായിട്ട് പറയുന്നത് റെഡ് ബ്ലാക്ക് ട്രീസ് ഇൻ CFS ആണ്. ഇപ്പോൾ CFS റണ്ണബിൾ പ്രോസസ്സ് സ്റ്റോർ ചെയ്യുന്നതിന് റെഡ് ബ്ലാക്ക് ട്രീ അല്ലെങ്കിൽ RB ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ലെഫ്റ്റ് മോസ്റ്റ് നോഡ്, അതായത് സ്മോളസ്റ്റ് V റൺ ടൈം ആയിരിക്കും ലെഫ്റ്റ് മോസ്റ്റ് നോഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? ബേസിക്കലി അടുത്തതിനെ അല്ലെങ്കിൽ നെക്സ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഓപ്പറേഷൻസ് കുറേ പറയുന്നുണ്ട്, അതായത് ഇൻസേർഷൻ പ്രോസസ്സ് പറയുന്നുണ്ട്, റിമൂവ് പ്രോസസ്സ്, സെലക്ട് ചെയ്യുക നെക്സ്റ്റിനെ, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ലിനക്സ് ഷെഡ്യൂളറിൻ്റെ ക്ലാസസിനെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂളർ ക്ലാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് SCHED നോർമൽ പ്രോസസ്സിന് വേണ്ടി നമ്മൾ CFS ആണ് യൂസ് ചെയ്യുന്നത്. ഇനി FIFO എന്ന് പറയുന്നത് ബേസിക്കലി റിയൽ ടൈം FIFO ഷെഡ്യൂളിംഗ് ആണ്. RR എന്ന് പറഞ്ഞാൽ റൗണ്ട് റോബിനാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിയൽ ടൈം ടാസ്ക്സ് നോർമൽ ടാസ്കിനേക്കാളും ഹയർ പ്രയോറിറ്റി ആണ്, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി സ്ലീപ്പിംഗ് ആൻഡ് വാക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെൻ പ്രോസസ് വെയിറ്റ്സ് സ്ലീപ്പ് സ്റ്റേറ്റിൽ എൻ്റർ ചെയ്യാം. ഇനി ആർബിട്രിയിൽ നിന്ന് റിമൂവ് ചെയ്യും ആ ടൈമിൽ. അപ്പോൾ അനദർ പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യും. സ്ലീപ്പ് സ്റ്റേറ്റ്സ് പറയുവാണെങ്കിൽ ടാസ്ക് ഇൻറ്ററപ്റ്റബിൾ, ബേസിക്കലി സിഗ്നൽ ഉപയോഗിച്ച് തന്നെ വെയിക്ക് ചെയ്യാൻ പറ്റും. ടാസ്ക് അൺഇൻറ്ററപ്റ്റബിൾ എന്ന് പറയുന്ന സിഗ്നൽസ് ഇഗ്നോർ ചെയ്യും ആ ഒരു സ്റ്റേറ്റിലാണ്. ഇനി അതിനുശേഷം വേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവൻ്റ് ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ വേക്കപ്പ് കോൾ ചെയ്യും. അതിനുശേഷം പ്രോസസ്സ് ടാസ്ക് റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനെ നമുക്ക് തിരികെ ആർബിട്രിയിലേക്ക് റീഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ലിനക്സിലെ കോൺടാക്ട് സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് ഈ ഹാൻഡിൽ ചെയ്യുന്നത് ബേസിക്കലി കോൺടാക്ട് സ്വിച്ച് എന്നും അതേപോലെ ഷെഡ്യൂൾ എന്നും പറയുന്ന ഫംഗ്ഷൻസ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അതേപോലെ യൂസർ പ്രിയംഷൻ, കേർണൽ പ്രിയംഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ലോട്ടറി ഷെഡ്യൂളിംഗ് എന്താണെന്നൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ലോട്ടറി ഷെഡ്യൂളിംഗ് പ്രൊപ്പോർഷണൽ ഷെയർ അൽഗോരിതമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ ഓരോ പ്രോസസ്സിനും ടിക്കറ്റ്സ് നൽകും. അതിനുശേഷം ഷെഡ്യൂളർ റാൻഡമായിട്ട് ഒരു വിന്നിംഗ് ടിക്കറ്റ് സെലക്ട് ചെയ്യും. വിന്നിംഗ് ടിക്കറ്റ് പ്രോസസ്സ് എന്നിട്ട് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഫെയർ ഓവർ ലോങ് എക്സിക്യൂഷൻ ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ നമുക്ക് ഷോർട്ട് ടൈം ആക്യുറസി വളരെ പൂർ ആണെന്ന് പറയാം.
ഈ സ്ട്രൈഡ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ട്രൈഡ് ഷെഡ്യൂളിംഗ് ഡിറ്റർമിനിസ്റ്റിക് പ്രൊപ്പോർഷണൽ ഷെഡ്യൂളിംഗ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓരോ പ്രോസസ്സിനും ഒരു സ്ട്രൈഡ് വാല്യൂ അസൈൻ ചെയ്യും, ലോവസ്റ്റ് പാസ് വാല്യൂ പ്രോസസ്സ് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയാൻ എക്സാക്ട് CPU ഷെയറിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പുതിയ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ലോട്ടറി വേഴ്സസ് സ്ട്രൈഡിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കി വെച്ചേക്കാം. ഒരു കേസ് സ്റ്റഡി എന്നുള്ള ഇതിൽ കാര്യം കൂടുതൽ നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നത് ബേസിക്കലി ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡിയിൽ നിന്നും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ മൊഡ്യൂൾ 1 കണ്ടന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയൊക്കെയാണ്. നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ, അതായത് നമ്മളെ നോട്ട്സിൽ ഓൾറെഡി നമ്മൾ ഓരോ ടോപ്പിക്കിന് അനുസരിച്ച് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് മോഡ്യൂളിലെ എല്ലാ കണ്ടന്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് ആൻസറുകൾ കൂടെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒന്നുകൂടെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. താങ്ക് യു.